കാലാവസ്ഥ തിരച്ചിലിന് അനുകൂലമായി മാറിയിരിക്കുന്നുവെന്ന് കാർവാർ എംഎൽഎ സതീഷ് കൃഷ്ണസൈൽ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. പ്രദേശത്ത് 2 ദിവസമായി മഴ പെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെയാണ് ഒഴുക്ക് കുറഞ്ഞിരിക്കുന്നത്. ഗംഗാവാലി പുഴയിലെ ഒഴുക്ക് 2 നോട്ട്സ് എത്തിയതായി എംഎൽഎ തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ അതിനിടയിൽ മറ്റൊരു സംഭവം കൂടി ഉണ്ടായിരിക്കുന്നു. വളരെ ക്ഷുഭിതനായിട്ടാണ് എംഎൽഎ മാധ്യമങ്ങളോടടക്കം സംസാരിച്ചത്. നദിയിൽ അടിയൊഴുക്ക് കുറഞ്ഞെന്നും കാലാവസ്ഥ തിരച്ചിൽ അനുകൂലമാണെന്നും പറഞ്ഞതിന് ശേഷം നേവിക്ക് മാത്രമായി ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞു. കേരള സർക്കാരിനെതിരെയാണ് അതിരൂക്ഷമായ വിമർശനം അദ്ദേഹം പിന്നീട് ഉന്നയിച്ചത്. കാർവാർ എംഎൽഎയുടെ ഈ ആരോപണത്തെ പൂർണ്ണമായും കേരളം തള്ളുകയാണ് ചെയ്തിരിക്കുന്നത്. തൃശൂരിലെ ഡ്രഡ്ജർ തിരച്ചിൽ അനുയോജ്യമല്ലെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നതായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കുന്നത്. കർണാടക സർക്കാരിനെ ഇക്കാര്യം വളരെ വ്യക്തമായി തന്നെ അറിയിച്ചിട്ടുണ്ട്. തൃശൂരിൽ നിന്നും ഡ്രഡ്ജിംഗ് മെഷീൻ എത്തിക്കണമെന്ന ആവശ്യം കേരള സർക്കാർ പരിഗണിച്ചില്ല എന്നും എംപിയും എംഎൽഎയും അനുകൂലമായി പ്രതികരിച്ചില്ല എന്നുകൂടിയാണ് സതീഷ് കൃഷ്ണസൈലിന്റെ ആരോപണം. കാർവാർ എംഎൽഎയുടെ ഈ വാദത്തെ തൃശൂർ ജില്ലാ ഭരണകൂടം പൂർണ്ണമായും തള്ളിയിട്ടുണ്ട്. തൃശൂരിലെ ഡ്രഡ്ജർ പ്രായോഗികമല്ലെന്ന് കർണാടക രേഖാമൂലം അറിയിച്ചെന്ന് തൃശൂർ ജില്ലാ ഭരണകൂടം തന്നെ വ്യക്തമാക്കുന്നുണ്ട്. കാർവാർ കളക്ടറെ കഴിഞ്ഞ 5-ാം തീയതി ഇക്കാര്യം രേഖാമൂലം അറിയിച്ചിട്ടുണ്ട്. കേരളത്തിൽ നിന്നും വിദഗ്ധ സംഘം അവിടെ എത്തി, അവിടെ പരിശോധന നടത്തി. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പ്രായോഗികമല്ലെന്ന് അറിയിച്ചതെന്ന് ജില്ലാ ഭരണകൂടം തന്നെ വ്യക്തമാക്കി. കാരണം 6 നോട്ട്സോളം അടിയൊഴുക്കുള്ള ഒരു മേഖലയിൽ ഈ ഡ്രഡ്ജിംഗ് മെഷീൻ ഇറക്കാനായി കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ദൗത്യം വേണ്ട എന്ന് വെച്ചത്. ദൗത്യം പുനരാരംഭിക്കാൻ വൈകുന്നതിൽ അർജുന്റെ കുടുംബം കഴിഞ്ഞ ദിവസമായിരുന്നു ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടത്തിനെതിരെ അതിശക്തമായ വിമർശനം ഉന്നയിച്ച് രംഗത്ത് വന്നത്. തിരച്ചിൽ തുടങ്ങിയില്ലെങ്കിൽ ഷിരൂരിൽ കുടുംബമൊന്നടങ്കം പ്രതിഷേധിക്കുമെന്നാണ് അർജുന്റെ സഹോദരിയുടെ ഭർത്താവ് ജിതിൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇതിനുശേഷമാണ് ഇതിൽ ശക്തമായൊരു ഇടപെടൽ ഉണ്ടായതായി മനസ്സിലാക്കാൻ കഴിയുന്നത്.